വാർത്തകൾ തുടരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 വെടിക്കെട്ടോടെ വിളംബരം. സഞ്ജു സാംസണിന്റെ KCA സെക്രട്ടറി 11 സച്ചിൻ ബേബിയുടെ KCA പ്രസിഡന്റ്സ് 11 കാര്യവട്ടത്തെ പുതിയ വെളിച്ചത്തിൽ തകർത്തടിച്ചു. സച്ചിന്റെ ടീം ഉയർത്തിയ 185 റൺ സഞ്ജുവും സംഘവും 9 വിക്കറ്റ് നഷ്ടത്തിൽ 2 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ആയിരക്കണക്കിന് കാണികളും സ്റ്റേഡിയത്തിൽ ആർത്തുവിളിച്ചു. ഇപ്പോൾ മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ടൈറ്റ് മാച്ച് ആയിരുന്നു. രണ്ട് ടീം നന്നായിട്ട് കളിച്ചു. എല്ലാവർക്കും കുറേ ആൾക്കാർ കളി കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്റർടൈനിങ് ആയിട്ട് ഒരു മാച്ച് കാഴ്ചവെച്ചതിൽ സന്തോഷം. സഞ്ജു കഴിഞ്ഞ സീസണിൽ സഞ്ജു BCL ഉണ്ടായിരുന്നില്ല. ഈ സീസൺ മുതലാണ് സഞ്ജു ഉള്ളത്. അപ്പോൾ അതിനകത്ത് സഞ്ജു ഉണ്ടെന്ന ഒറ്റ ഫാക്ടറാണ് ഇത്രയും കാണികളോട് വരാനുള്ളൊരു കാരണം. എല്ലാവർക്കും വലിയൊരു ഇഷ്ടവും ഒക്കെയാണ്. ഇന്നത്തെ മത്സരം ഒരു സന്നാഹ മത്സരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും കാണികളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സീസൺ 21 തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ എങ്ങനെയാണ്? കാണികൾ കൊടുക്കുന്നൊരു വാക്കുണ്ടാണ്. വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു മാച്ചിന് ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ ഇത്രയും വന്ന് കളി കാണാനുള്ള താല്പര്യം കാണിച്ചതിൽ വലിയ സന്തോഷം. ഒന്നും പറയണില്ല. നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കാം. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള മാച്ചസ് ഉണ്ട്. കാരണം നല്ല ക്വാളിറ്റി ക്രിക്കറ്റേഴ്സ് ഉണ്ട് കേരള ടീംസിൽ. അപ്പോൾ 6 ടീമായിട്ട് വീഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ക്വാളിറ്റി ടീംസാണ് എടുത്തിരിക്കുന്നത് ഓപ്ഷനിൽ. അപ്പോൾ നല്ല ടൂർണമെന്റ് ആയിരിക്കും മുന്നോട്ട്. ഉറപ്പായിട്ടും നല്ല മാച്ച്. എപ്പോഴും സെൻട്രൽ വിക്കറ്റിൽ ഇത്രയും ലൈറ്റ്സിന്റെ അണ്ടറിൽ മാച്ചസ് കിട്ടുന്ന വലിയ ഒരു പ്രാക്ടീസ് തന്നെയാണ്. നല്ലൊരു മാച്ച് പ്രാക്ടീസ് ആയിട്ട് കാണുന്നത്. പിന്നെ അതിനെക്കാട്ടിയും നമ്മളൊരു ടീമിന്റെ ഭാഗമാകുമ്പോൾ ഒരു ഇത്രയും വലിയൊരു തുകയ്ക്ക് ഓപ്ഷനിൽ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, ടീമിനെ ജയിപ്പിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്നത് മാക്സിമം ചെയ്യും. അതെ വലിയ എക്സൈറ്റഡ് ആണ്. വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മുടെ കൂടെ കളിക്കുന്ന കുറെ പ്ലേയേഴ്സിന് വലിയ സന്തോഷമാണ്. ഞങ്ങൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നിച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതെങ്ങനെ ആയിരിക്കും. ഞാൻ ഇതുവരെ ചേട്ടൻ്റെ അണ്ടറിൽ കളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ ക്യാപ്റ്റൻസി കളിക്കാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ചേട്ടൻ സഞ്ജുവും മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലടക്കം കളിച്ചിട്ടുണ്ട്, തുമ്പയിലടക്കം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു രാജ്യാന്തര വേദിയിൽ ലോകകപ്പ് വെന്യൂ ആകാൻ പോവുകയാണ്. അതെ, അവിടെയാണ് കളിക്കുന്നത്. അതെ, അതിനെക്കുറിച്ചാണ് പറയണ്ടേ? അതെ, വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സന്തോഷം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു നമ്മള് വീട്ടിൽ നിന്ന് സംസാരിക്കണമല്ലാണല്ലോ ഇത്. എന്താണ് അടുത്ത എന്താണ്? ലോകകപ്പ് വേദി പോലെ. അതെ, ലോകകപ്പ് വേദിയാകാൻ പോകും. അതെ, അതെ. ലോകകപ്പ് വേദിയാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള സഞ്ജുവിന്റെ പ്രതീക്ഷ എന്താണ്? വലിയ സന്തോഷമുണ്ട്. ഇത്രയും വലിയ സ്റ്റേഡിയം, ഇത്രയും ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ട്രിവാൻഡ്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും പറയാറുണ്ട് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വലിയ സന്തോഷമാണെന്ന്. അവർക്ക് നല്ല ബീച്ചസും നല്ല ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇത്രയും നല്ലൊരു ഗ്രൗണ്ടിൽ ഇത്രയും നല്ല ഫ്ലഡ് ലൈറ്റ്സും നല്ല ഫെസിലിറ്റിയോടെ KCA ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും വലിയൊരു സന്തോഷം നൽകുന്ന സംഭവമാണ്. ഇത്രയും വലിയ ടൂർണമെന്റ് ട്രിവാൻഡ്രത്തിലോട്ട് വരുന്നത് ക്രിക്കറ്റ് ഡെവലപ്മെന്റിന് വലിയ സംഭവം തന്നെ ആയിരിക്കും.